യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ SO നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് മാനേജർ ക്രെഡിറ്റ്, അസിസ്റ്റന്റ് മാനേജർ IT എന്നീ 2 വിഭാഗങ്ങളിലായിട്ട് 500 വേക്കൻസിയാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോട്ടിഫിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഈ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ SO എന്ന് നോക്കാം. നമുക്കറിയാം ബാങ്ക് എൻട്രി ലെവൽ എക്സാംസ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ക്ലർക്ക്, ബാങ്ക് PO, SO ആൻഡ് ഇപ്പോൾ LBO. ഇപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് എൻട്രി ലെവൽ എക്സാം നടക്കുന്നത്. സാധാരണഗതിയിൽ ക്ലർക്കിനായാലും POയ്ക്കായാലും LBOയ്ക്കായാലും ഏതെങ്കിലും ഡിസിപ്ലിനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ ഡിഗ്രി വേണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. അത് അംഗീകൃതമായ ഒരു യൂണിവേഴ്സിറ്റിയിലായിരിക്കണം എന്നാണ് നിർബന്ധം. എന്നാൽ SO അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആവണമെങ്കിൽ ആ പോസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേണം. ഇതാണ് ഈ പരീക്ഷയുടെ ഒരു പ്രത്യേകത. ഇപ്പോൾ നിങ്ങൾക്ക് IT ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ BTechോ അല്ലെങ്കിൽ MCO അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസോ ഒക്കെ വേണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഗ്രികൾച്ചർ ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ 4th ഇയർ അഗ്രികൾച്ചർ ഡിഗ്രി വേണം. നിങ്ങൾക്ക് ലോ ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ 4 വർഷം അല്ലെങ്കിൽ നിങ്ങൾ LLB ലോ ഗ്രാജുവേറ്റ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ സ്പെഷ്യലിസ്റ്റ് നോളജ് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ പഠിച്ചവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ് SO. ഇപ്പോൾ ഇന്ന് യൂണിയൻ ബാങ്ക് 2 ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ പഠിച്ച ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. 2ലും കൂടെ നമുക്ക് 500 വേക്കൻസിയാണ് ഇതോടെ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കിനിയും ഏതൊക്കെയാണ് ആ ഫീൽഡ് ഓഫ് സ്റ്റഡി, അവരുടെ ക്രൈറ്റീരിയസ് എന്താണ്, അവരുടെ ഏജ് കാറ്റഗറീസ് ഏതൊക്കെ ആയിരിക്കണം എന്നൊക്കെയുള്ള ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാൻ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പ്രകാരം ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 30 മുതൽ 2025 മെയ് 20 വരെയാണ് ആപ്ലിക്കേഷൻ ഡേറ്റ്. ഇനി നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു അസിസ്റ്റന്റ് മാനേജർ ക്രെഡിറ്റ്, അസിസ്റ്റന്റ് മാനേജർ IT എന്നീ 2 വിഭാഗത്തിലേക്കാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇവരുടെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവരുടെ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ജൂനിയർ മാനേജർ ഗ്രേഡ് സ്കെയിൽ 1 ആണ്. സാധാരണഗതിയിൽ നമ്മുടെ അസിസ്റ്റന്റ് മാനേജറിന്റെ ഗ്രേഡ് പേ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഓരോന്നിനും 250 വേക്കൻസി വീതമാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ആ വേക്കൻസിയുടെ ക്ലാസിഫിക്കേഷൻ നോക്കാം. എന്ന് വെച്ചാൽ SCക്ക് എത്രയാണ്, STക്ക് എത്രയാണ്, OBCക്ക് എത്രയാണ്, EWSന് എത്രയാണ് എന്നൊക്കെയുള്ള നമുക്ക് നോക്കാം. അപ്പോൾ അസിസ്റ്റന്റ് മാനേജർ ക്രെഡിറ്റും അസിസ്റ്റന്റ് മാനേജർ ITയും ഈക്വൽ ആയിട്ടാണ് ഈ വേക്കൻസി ഡിസ്ട്രിബ്യൂഷൻ വന്നേക്കുന്നത്. SCക്ക് 37, STക്ക് 18, OBCക്ക് 67, EWS അല്ലെങ്കിൽ എക്കണോമിക്കൽ വീക്കർ സെക്ഷന് 25, അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 103 വീതം, 250 വീതമാണ് 2 പോസ്റ്റിലേക്കുമുള്ള വേക്കൻസി വന്നേക്കുന്നത്. ടോട്ടൽ 500 വേക്കൻസിയാണ് യൂണിയൻ ബാങ്ക് ഇപ്പോൾ SOയ്ക്ക് വേണ്ടി ഇവിടെ നമ്മുടെ മുന്നിലേക്ക് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് എക്സാമിനുള്ള ക്രൈറ്റീരിയസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അസിസ്റ്റന്റ് മാനേജർ ക്രെഡിറ്റ് ജൂനിയർ മാനേജർ ഗ്രേഡ് സ്കെയിൽ 1ൽ അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 22 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ച ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് CA, CMAയോ അല്ലെങ്കിൽ CSO സർട്ടിഫൈഡ് ആയിരിക്കണം. ഗ്രാജുവേഷൻ വേണം, അതിൻ്റെ കൂടെ നിങ്ങൾ CAയോ അല്ലെങ്കിൽ CMAയോ CSO വേണം. ഈ CA, CMA, CS ഇല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷനുണ്ട്. ഫുൾ ടൈം റെഗുലർ MBA ആയിരിക്കണം. അതിൽ MBA ഉണ്ട്, MMS ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെന്റ് ഉണ്ട്. ഇതെല്ലാം പരിഗണിക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ഈ റെഗുലറായിട്ട് ഉള്ള സ്റ്റഡി അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം ആയിട്ട് വേണം 2 വർഷം നമ്മൾ MBA എടുക്കേണ്ടത്. പിന്നെ ഏതെങ്കിലും കേസിൽ നിങ്ങൾക്ക് ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ HR മാർക്കറ്റിംഗ് ചെയ്യും MBAക്കകത്ത്, ചില ആൾ ഫിനാൻസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേജർ സ്പെഷ്യലൈസേഷൻ വരേണ്ടത് ഫിനാൻസിലായിരിക്കണം. ഇതാണ് ഫസ്റ്റ് പോസ്റ്റ്, ഈ ക്രെഡിറ്റ് ഓഫീസറിലേക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റിലേക്കുള്ള ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ്റെ ഇത് പറയുന്നത്. പക്ഷേ ഇവിടെ വർക്ക് എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് ഡിമാൻഡിങ് അല്ല, എന്ന് വെച്ചാൽ ഡിസൈറബിൾ എന്നേ പറയുന്നുള്ളൂ. ഉണ്ടെങ്കിൽ കൊള്ളാം, പക്ഷേ നമുക്ക് മസ്റ്റായിട്ട് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നും വേണമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഫ്രഷേഴ്സിന് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തത് അസിസ്റ്റന്റ് മാനേജർ IT. ഇതേ ഏജ് ലിമിറ്റ് തന്നെയാണ്, 22 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് അവിടെ BTech, അതുപോലെ MSc, MCA, MTech ഇതെല്ലാം നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന യോഗ്യതകളാണ്. പിന്നെ എക്സ്ട്രാ നമുക്ക് ഈ പറഞ്ഞ ഡിസബിൾ സർട്ടിഫിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മിനിമം 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ IT ഡൊമൈൻ ഇൻ എനി ഓഫ് ദ ഫോളോയിങ് ഫീൽഡ്. താഴെ പറയുന്ന ക്ലൗഡ് ഓപ്പറേഷൻ, അതുപോലെ നെറ്റ്വർക്കിംഗ്, ഡാറ്റ അനാലിസിസ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഫീൽഡിൽ നിങ്ങൾക്ക് മിനിമം 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണമെന്നാണ് ഇവിടെ ഒരു ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്രെഡിറ്റ് ഓഫീസർക്ക് അങ്ങനെ ഡിസേബിൾ ആണെന്നേ ഉള്ളൂ. പക്ഷേ ഡിമാൻഡിങ് ആയിട്ട് ഇത്ര 1 വർഷം വേണമെന്നോ 2 വർഷം വേണമെന്നൊന്നും പറയുന്നില്ല. ഇതാണ് നമ്മുടെ ഈ ഏജ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഒരു ക്രൈറ്റീരിയ. ഒന്നുകൂടെ നോക്കാം.
രണ്ടിനും നമുക്ക് പറയുന്ന ഏജ് ലിമിറ്റ് എന്ന് വെച്ചാൽ 22 മുതൽ 30 വരെയാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ഓഫീസറിന് ഡിഗ്രി വേണം, അല്ലെങ്കിൽ CA, CMA, CSO വേണം. അതുമല്ലെങ്കിൽ ഡിഗ്രിയോടൊപ്പം MBA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റോ ഇതൊക്കെ വേണം. പിന്നെ ഡ്യുവൽ ആസ്പെക്ട് അല്ലെങ്കിൽ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിൽ മേജർ സ്പെഷ്യലൈസേഷൻ ഫിനാൻസിൻ്റെ ആയിരിക്കണം. IT നമ്മൾ പറഞ്ഞു, ഇത്രയാണ് നമുക്ക് IT-യിൽ വന്നേക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത്. പിന്നെ ഡിസേബിൾ സർട്ടിഫിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മിനിമം 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണമെന്നും ഇതിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് റിലാക്സേഷൻ നോക്കാം. എല്ലാ പരീക്ഷകളെ പോലെ നമ്മുടെ SSC, ബാങ്ക് എല്ലാ എക്സാംസിനും എന്താണ് നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പം അതേ റിലാക്സേഷൻ ഇവിടെയും പറയുന്നത് SC STക്ക് 5 വർഷം എന്ന് വെച്ചാൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ പോസ്റ്റിലേക്ക്, ജനറൽ കാറ്റഗറിക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ പോസ്റ്റിലേക്ക് SC STക്ക് 35 വർഷവും OBCക്ക് 3 വർഷം ആകുമ്പോൾ 33 വയസ്സ് വരെയും, പിന്നെന്താണ് PWBD കാൻഡിഡേറ്റ്സ് എന്ന് വെച്ചാൽ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിക്ക് 10 വർഷം റിലാക്സേഷൻ ആകുമ്പോൾ 40 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ എക്സൈസ്മാൻ്റെ കാൽക്കുലേഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് പേഴ്സൺ അഫക്റ്റഡ് ബൈ 1984 റൈറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ സിഖ് കലാപം ഉണ്ട് 1984, അത് അഫക്റ്റ് ചെയ്ത് അത് എന്താണ് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായ ആൾക്കാർക്ക് 5 വർഷം റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എക്സാമിനേഷൻ സ്ട്രക്ചർ നോക്കാം. നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് 3 കടമ്പകളാണ് നമ്മുടെ മുന്നിൽ ഈ ഒരു പോസ്റ്റിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഈ ജോലി നേടാനുള്ളത്. ആദ്യം നമുക്കൊരു ഓൺലൈൻ എക്സാമിനേഷനാണ്, അതിനുശേഷം ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, അതിനുശേഷം പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്. ഓൺലൈൻ എക്സാമിനേഷൻ്റെ ഒരു പാറ്റേൺ നമുക്ക് നോക്കാം. സാധാരണഗതി ബാങ്കിൻ്റെ പ്രിലിംസ് ടോപ്പിക്കായ QA ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഇതെല്ലാം 25 മാർക്കിന് വീതമാണ്, 25 ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം കൂടെ ചെയ്യാൻ 75 മിനിറ്റ് ആണ്. ഇവിടെ സ്പെഷ്യൽ ടൈമായിട്ടല്ല പറയുന്നത്, അതിൻ്റെ ഒരു കോമ്പോസിറ്റ് ടൈമായിട്ടാണ് ഇതിന് പറയുന്നത്, നമ്മുടെ QAക്കും റീസണിങ്ങും ഇംഗ്ലീഷ് ലാംഗ്വേജിനും. പിന്നീട് വരുന്ന പ്രൊഫഷണൽ നോളജ്, അത് ഓരോ പോസ്റ്റും റിലവൻ്റ് ആയിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ IT ഓഫീസർ ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BTechൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ IT സംബന്ധമായ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. ക്രെഡിറ്റ് ഓഫീസർ ആകുമ്പോൾ തീർച്ചയായിട്ടും ഫിനാൻസുമായിട്ടുള്ള അല്ലെങ്കിൽ അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രൊഫഷണൽ നോളജിന് 75 ചോദ്യങ്ങൾ, ടോട്ടൽ 150 മാർക്ക്, 2 മാർക്ക് വീതമാണ് ഒരു ചോദ്യത്തിന്. 75 മിനിറ്റ് ആണ് നമുക്ക് അവിടെ ആ പ്രൊഫഷണൽ നോളജ് ചെയ്യാനുള്ള ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 150 മിനിറ്റ് ആണ്, 225 മാർക്കാണ് ടോട്ടൽ മാർക്ക്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 150 ആണ്. ഇതാണ് നമ്മുടെ ഓൺലൈൻ എക്സാമിനേഷൻ്റെ ഒരു പാറ്റേൺ. പിന്നെ നമുക്കറിയാം, നമുക്ക് 1/4 അല്ലെങ്കിൽ എന്താണ് ഓരോ മാർക്ക്, ഇപ്പോൾ തന്നെ 1 മാർക്കുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് 4-1 മാർക്ക് നെഗറ്റീവ് മാർക്കായിട്ട് പോകും. 2 മാർക്കുള്ള ചോദ്യങ്ങൾക്ക് 4-1 എടുക്കുകയാണെങ്കിൽ എന്താണ് 1 മാർക്ക് ആകുമ്പോൾ 0.25 ആണ്, 2 മാർക്കാണെങ്കിൽ 0.5 മാർക്ക് നമുക്ക് നെഗറ്റീവ് മാർക്കായിട്ട് പോകുമെന്നാണ് നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഈ ഒരു എക്സാമിനുണ്ട്. ഇനി അടുത്ത വരുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ടോട്ടൽ മാർക്ക് 50 മാർക്കാണ്. അതിൽ നമ്മുടെ ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് പാസ് മാർക്ക് 25ഉം, SC ST OBC എന്നീ കാറ്റഗറിയിലുള്ളവർക്ക് അല്ലെങ്കിൽ റിസർവ് കാറ്റഗറിയിലുള്ളവർക്ക് 22.5 മാർക്കുമാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ പാസ് മാർക്ക്. പിന്നീട് നമ്മുടെ അത് കഴിഞ്ഞ് വരുന്ന പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. പേഴ്സണൽ ഇൻ്റർവ്യൂ ഇതുപോലെ തന്നെയാണ്. ജനറൽ കാറ്റഗറിക്ക് 25 മാർക്കും 22.5 മാർക്കാണ് നമുക്ക് റിസർവേഷനുള്ള SC ST OBC PWBD കാൻഡിഡേറ്റ്സിനുള്ള പാസ് മാർക്ക്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓൺലൈൻ എക്സാമിനേഷൻ, അതിൽ നമുക്ക് പ്രൊഫഷണൽ നോളജിൻ്റെ പിന്നെ 75 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഈ 2 മാർക്ക് വീതം 150 മാർക്കാണ് അതിൻ്റെ മാർക്ക്, ടോട്ടൽ മാർക്ക്. അതിനുശേഷം നമുക്ക് വരുന്നത് GD അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷനാണ്. അതിനുശേഷം വരുന്ന പേഴ്സണൽ ഇൻ്റർവ്യൂ. പേഴ്സണൽ ഇൻ്റർവ്യൂവിൽ അവർ പ്രത്യേകം പറയുന്നത്, ഇപ്പോൾ നമുക്ക് SOD ഇൻ്റർവ്യൂവിൽ സാധാരണഗതി നമുക്കിപ്പോൾ നമ്മുടെ കുട്ടികളും SOD ഇൻ്റർവ്യൂവിന് ക്ലിയർ ആയ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പറയുന്നത് പ്രൊഫഷണൽ നോളജ് കൂടുതൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ അളക്കുന്നത് എപ്പോഴും ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങളെ അളക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ ജെന്യൂനിറ്റി, ഇതെല്ലാം അളക്കുന്ന ഒരു ഘട്ടമാണ് ആ ഇൻ്റർവ്യൂ. അപ്പോൾ ഇൻ്റർവ്യൂവിന് നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ വേണം. അപ്പം ഇത്രയാണ് നമ്മുടെ എക്സാം സ്ട്രക്ചർ. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്മുടെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ്. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം എല്ലാവർക്കും ഓൾമോസ്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം. അപ്പോൾ 3 സെൻറ്റർ കേരളത്തിലുണ്ട്. പിന്നെ നമുക്ക് അടുത്ത് നമുക്ക് കർണാടക നോക്കട്ടെ. കർണാടക ആണെങ്കിൽ ബംഗളൂരു ഉണ്ട്, ധർവാഡുണ്ട്, പിന്നെ മംഗളൂരു ഉണ്ട്, മൈസൂരുണ്ട്, പിന്നെ നമുക്ക് വരുന്നത് ചെന്നൈ. തമിഴ്നാട്ടിലാണെങ്കിൽ ചെന്നൈ, കോയമ്പത്തൂർ, തിരുച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഇത്രയും എക്സാം സെൻറ്റേഴ്സ് ആണ് ഉള്ളത്. പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഫീസാണ്. ഇപ്പോൾ SC ST PWD കാൻഡിഡേറ്റ്സിന് GST ഇൻക്ലൂഡ് ചെയ്ത് 177 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. അതർ കാറ്റഗറീസിന് ഇൻക്ലൂസീവ് ഓഫ് GST 1180 രൂപയാണ്
എന്താണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ്റെ ഒരു ബ്രീഫ്. അപ്പോൾ നമുക്ക് SO എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ് BTech പഠിച്ച ആൾക്കാർക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ MBA CA ഇതൊക്കെ പറയുന്നവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഈ 500 വേക്കൻസി എന്ന് പറയുന്നതിൽ ക്രെഡിറ്റ് ഓഫീസറുണ്ട്, IT ഓഫീസറുണ്ട്. അപ്പോൾ IBSനെ സംബന്ധിച്ച് IBS പറയുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ SBSO വന്നപ്പോഴും IBPS SO വന്നപ്പോഴും IBSന്റെ സിഗ്നേച്ചർ അല്ലെങ്കിൽ IBSന്റെ കുട്ടികൾക്ക് അതിൽ റിസൾട്ട് ഉണ്ടാകും. കൃത്യമായ ചിട്ടയോടുള്ള പഠനം, അതുപോലെ അവരുടെ പ്രൊഫഷണൽ നോളജ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കൃത്യമായുള്ളൊരു ഗൈഡൻസ്, അതോടൊപ്പം തന്നെ എങ്ങനെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യും അല്ലെങ്കിൽ അതിനുള്ള മോക്ക് ഇൻ്റർവ്യൂസ് എല്ലാ സപ്പോർട്ടോടു കൂടി നമ്മുടെ ഫസ്റ്റ് ചാൻസ് തന്നെ ആദ്യമായിട്ട് പരീക്ഷ എഴുതിയ കുട്ടി തന്നെ എന്താണ് SO ആയി. ഇപ്പോൾ കോച്ചിങ് തുടങ്ങി 3ാമത്തെ മാസം ആദ്യമായി എഴുതിയ പരീക്ഷ തന്നെ ക്ലിയർ SBS ആയിട്ട് ക്ലിയർ ആയ കുട്ടികൾ വരെ IBSലുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ക്ലർക്കിൻ്റെ ആയാലും POയുടെ ആയാലും SOയുടെ ആയാലും LBയുടെ ആയാലും എല്ലാ കോച്ചിങ്ങിലും അല്ലെങ്കിൽ എല്ലാ പരീക്ഷയിലും നല്ല സക്സസ് നേടിക്കൊണ്ട് മുന്നേറുന്ന IBSലേക്ക് തീർച്ചയായിട്ടും ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ഉടനെ തന്നെ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും IBSന്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. താങ്ക് യു.